സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് റേഷൻ വ്യാപാരികൾ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഇതിനു മുമ്പും പല തവണ പ്രതിഷേധിച്ചിട്ട് പോലും ഇതൊന്നും മാറുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. ഓണറേറിയം അതോടൊപ്പം തന്നെ കമ്മീഷൻ തുകയും ഒക്കെ കൃത്യമായി വിതരണം ചെയ്യണമെന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം. പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ സർക്കാർ ഈ വ്യാപാരികളെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും റേഷൻ കടകൾ അടച്ചിടേണ്ടി വരുമെന്ന ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട ഓഗസ്റ്റ് മാസത്തിലെ വേതനവും സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയവും ഓണമെത്തിയിട്ടും വിതരണം ചെയ്തില്ലെന്നതും ഓണക്കിറ്റ് കമ്മീഷനിലെ നീതികേടിനെ കുറിച്ചുമുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടിരുന്നു. നാട് മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോഴും റേഷൻ വ്യാപാരികളോട് സർക്കാർ അവഗണന കാണിക്കുന്നതിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. നയം മാറ്റിയില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിടുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനയുടെ തീരുമാനം. സമരമല്ലാതെ മറ്റു മാർഗം ഞങ്ങൾക്കില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ അവഗണന തുടരുകയാണ്. കാരണം ഏത് വിഭാഗത്തിനാണ് ഈ ഓണത്തിന് വേതനം കൊടുക്കാതിരുന്നത്? പണിയെടുത്തതിന്റെ കൂലിയ, അത് കൊടുക്കാത്ത ഏക വിഭാഗം ഞങ്ങളല്ലേ. ഓണറേറിയം പ്രഖ്യാപിച്ച തരാത്ത ഞങ്ങളല്ലേ. അപ്പൊ ഈ വിഭാഗത്ത് 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന അവരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഞങ്ങളിങ്ങനെ അവഗണിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. നേരത്തെ ഓണക്കിറ്റിനുള്ള കമ്മീഷൻ നൽകുന്നതിനോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. സുപ്രീം കോടതി വരെ പോയാണ് ഓണക്കിറ്റിൽ കമ്മീഷനുള്ള ഉത്തരവ് വ്യാപാരികൾ സംഘടിപ്പിച്ചത്. ഇത് നൽകിയതാകട്ടെ നാമമാത്രമായ സ്ഥലങ്ങളിൽ. അനുവദിച്ചതോ സെപ്റ്റംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ വില കഴിഞ്ഞിട്ടുള്ള തുക മാത്രം. ഇതിനൊപ്പമാണ് ഓണസമ്മാനമായി പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയവും ഓഗസ്റ്റ് മാസത്തിലെ വേതനവും വിതരണം ചെയ്യാതെ സർക്കാർ ഒളിച്ചുകളി നടത്തുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.